ഹായ് മക്കളെ, HSST കെമിസ്ട്രി ജൂനിയർ എക്സാം ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ചല്ല, കൂടുതൽ കാര്യങ്ങൾ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ HSA എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം പറഞ്ഞിരുന്നത്, കഴിഞ്ഞ എക്സാം കഴിഞ്ഞ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരാൾക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് എല്ലാവരുടെയും ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒരു അഡ്വൈസല്ലേ പോയിട്ടുള്ളൂ, ഇനി ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് ഭൂരിഭാഗം പേരും. പക്ഷെ എന്താ ഉണ്ടായത്? കഴിഞ്ഞ മാസം ഒക്ടോബർ 9 എന്ത് സംഭവിച്ചു? PSC 64 അഡ്വൈസ് ഒറ്റ അടിക്ക് റിലീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടടാ. മനസ്സിലായി? അത്രയും വേക്കൻസീസ് ഉണ്ട്, അത്രയും ഓപ്പർച്യൂണിറ്റി നമുക്ക് മുന്നിലുണ്ട്. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. വേറൊരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെയുള്ള ഈ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ നോക്കിയേ, MSc കെമിസ്ട്രി വേണം നമുക്കല്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. MSc കെമിസ്ട്രി നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ BEd ഉണ്ട്, BEd വേണം. പ്ലസ് നിങ്ങൾ സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലെയർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? BEd കഴിഞ്ഞ് സെറ്റ് ക്വാളിഫൈഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അപ്പോൾ ജനറലി ഉള്ള MSc എക്സാംസിനേക്കാൾ നോക്കിക്കോളെ, ഇപ്പോൾ ഫോറൻസിക് സയൻസൊക്കെ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ഇവിടെയുള്ള MSc മാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ? അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ജനറലി ഒരു ജനറൽ MSc എക്സാമിലും കോമ്പറ്റീഷൻ എന്താണ്? ആക്ച്വലി ഇവിടെ എന്താണ്? കുറവാണ്. ആൻഡ് ഒരുപാട് പോസ്റ്റ് വിളിക്കുന്നുണ്ട് അല്ലേ? 65 വേക്കൻസി ഇപ്പം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എന്താണ്? 24 ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇനിയും 2 വർഷത്തോളം ഉണ്ട് അല്ലേ? അപ്പോൾ അത്രയും വാക്കൻസീസ് എന്ത് ചെയ്യപ്പെടുകയാണ്? ഫില്ല് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് എത്ര മാർക്കാണ് ആക്ച്വലി ഫസ്റ്റ് റാങ്കാണ് ഞാൻ പറയുന്നത് സ്കോർ ചെയ്തിരിക്കുന്നത്? 100 മാർക്സ് ആണ് അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കട്ട് ഓഫ് എത്രയാണ്, ഫസ്റ്റ് റാങ്ക് എത്രയാണ്, എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ല സാലറി സ്കെയിലാണ് അല്ലേ? ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. MSc കെമിസ്ട്രി 50% മാർക്ക് വേണം, അറ്റ്ലീസ്റ്റ് 50%. അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലേ? BEdും സെറ്റും ക്വാളിഫൈഡ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇനി നിങ്ങൾ വേറൊരു കാര്യം, ഇനി കുറച്ച് കുട്ടികൾ ഡിലേ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. മക്കളെ, ഒരു കാര്യം ഇവിടെ, ഈ HSST കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ HSAയിൽ മേ ബി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഒരു 3 മാസം കൊണ്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടാകും. ഒരു കുഴപ്പമില്ല, കാരണം BSc ലെവലിൽ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഇതിന് HSSTക്ക് ഈ പരിപാടി നടക്കത്തില്ല. കാരണം സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടാകും. സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ, കെമിസ്ട്രിയുടെ ഒക്കെ സിലബസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കെമിസ്ട്രി തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്. കാരണം അത്രയും ഡെപ്ത് ഉണ്ട് അതിൽ, നമുക്ക് യാതൊരു തർക്കവുമില്ല. നല്ല ഡെപ്താണ്, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, നല്ല ഡെപ്ത് സിലബസ് ആണ്. നമ്മൾ CSIR ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ, കഴിഞ്ഞ എക്സാം പേപ്പേഴ്സൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു അല്ലേ? PVIQ ഡിസ്കഷൻസ് യൂട്യൂബിൽ തന്നെ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. CSIR ലെവലിൽ പഠിച്ചാൽ മാത്രമേ ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കട്ട് ഓഫ് കുറയുന്നത്. ഓക്കെ, കട്ട് ഓഫ് എന്താണ്? 100ൽ 40 ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 40 മാർക്കൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതിനെന്ത് വേണം? നമുക്ക് സമയം, ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമുക്ക് എന്താണ്, ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ പരിപാടി നടക്കത്തില്ല. നമുക്ക് ഒരുപാട്, ഞാൻ പറയും, അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 months നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ സിലബസ് ഒന്ന് കവർ ചെയ്ത് പോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 3 മാസം മുന്നേ ഒക്കെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, HSST കെമിസ്ട്രി MSc ലെവലിൽ നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം റിക്വയർഡ് ആണ്. ഇതിൽ ഷോർട്ട് കട്ട്സ് ഇല്ല. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി എക്സാം സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, കെമിസ്ട്രി തന്നെയാണ് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് അല്ലേ? 100 ക്വസ്റ്റ്യനിൽ 70 ക്വസ്റ്റ്യനും മനസ്സിലാക്കുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ്? യെസ്, 100 ആണ്. കെമിസ്ട്രി എത്രയാണ്? സബ്ജക്റ്റ് പാർട്ട് 70 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആൻഡ് ജനറൽ പാർട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ പാർട്ട് എത്രയാണ്? 30 മാർക്കാണ്. ഓക്കെ, ജനറൽ പാർട്ട് 30 മാർക്സ് ആണ്. ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചിട്ട് തന്നെ പോകണം.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് സ്കോർ ചെയ്ത് പോകാം. ഇനി സിലബസിനെ പറ്റിയിട്ടുള്ളത് വേറൊരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാം. എങ്ങനെയാണ് കെമിസ്ട്രി പഠിക്കേണ്ടത്, ജനറൽ പാർട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ആൻഡ് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എഗെയിൻ ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഇവിടെയും വരും. കാരണം 100 ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കുള്ളത് എത്രയാണ്, 75 മിനിറ്റ് ആണ്. ഓക്കെ, 75 മിനിറ്റ്സേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് അത്യാവശ്യമാണ്. കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചോദിക്കുക, ഏത് ടോപ്പിക്ക് സ്പെസിഫൈ ചെയ്യണം. ഇപ്പോൾ ഇനോർഗാനിക്കൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കോർഡിനേഷൻ, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്, ഇവിടെ നിന്നൊക്കെയാണ് എന്ത് വരുന്നത്, മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അല്ലേ. ഡൈബോറൈനെ പറ്റിയും അതിൻ്റെ സ്റ്റിക്സ് കോർഡിനേഷനിൽ നിന്ന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ്, വളരെ വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററാണ് കോർഡിനേഷൻ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകണം. പിന്നീട് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈച്ച് കറക്റ്റ് ആൻസറിന് എന്തായിരിക്കും 1 മാർക്കായിരിക്കും. റോങ് ആൻസേഴ്സിനാണെങ്കിൽ 1/3 എന്തായിരിക്കും ഡിഡക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ജനറൽ PSC റൂൾസ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ എക്സാം സ്ട്രക്ചർ. ഇനി കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടോ, റാങ്ക് 1 എത്രയാണ്, യെസ്, ടെസ്റ്റ് സ്കോർ വന്നിരിക്കുന്നത് എത്രയാണ്, 43 മാർക്കാണ് മക്കളെ, 43.33. ഇപ്പം മനസ്സിലാക്കുക, ഇത് എത്രയിലാണ്, 100 മാർക്കിലാണ് അല്ലേ. 100 മാർക്കിൽ 43.33 ആണ് ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കാറ്റഗറി നമ്പർ ഫസ്റ്റ് റാങ്ക് എത്രയാണ്, 43. ഓക്കെ, കട്ട് ഓഫ് എത്രയാണ് വന്നിരിക്കുന്നത്, 36. എത്രയിൽ, 100ൽ. നിങ്ങൾ മനസ്സിലാക്കണം, ടെസ്റ്റ് സ്കോറാണ് പറഞ്ഞിരിക്കുന്നത് 36. ഓക്കെ, ഇവിടെ ജനറൽ പാർട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനറൽ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ആ 30 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണ്. മനസ്സിലാക്കൂ. ഓക്കെ, ഇനി മെയിൻ ലിസ്റ്റിൽ എത്ര കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, യെസ് 60. ഓക്കെ, എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, 65 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ എത്ര ആളുണ്ട്, ഓക്കെ 60. ഓക്കെ, അഡ്വൈസ് പോയത് എത്രയാണ്, 65. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോർട്ട് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് ഡിലേ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ. നിങ്ങൾ BEdും സെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനാണ് അല്ലേ, നിങ്ങൾ BEdും സെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് എന്തിനാണ്, നമ്മൾ ഏറ്റവും ടോപ്പിലെത്താനാണ് അല്ലേ. HSST കെമിസ്ട്രി ടീച്ചർ ആകാൻ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ ക്വാളിഫൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിന് പ്രിപ്പറേഷൻസ് ഡിലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി 2017 കാര്യം ആലോചിക്കുകയാണെങ്കിലും അവിടെയും ഫസ്റ്റ് റാങ്ക് ഒക്കെ എന്താണ് 53 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 40 to 60 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് പ്ലാൻ വെച്ചിട്ട് വീക്ക്ലി നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും, വീക്ക്ലി നിങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഉണ്ടാകും. ആ എക്സാമിൻ്റെ ലൈവ് ഡിസ്കഷനും ഡൗട്ട് ക്ലിയറൻസും ഒക്കെ എപ്പോഴും ഉണ്ടാകും. ഓക്കെ, എല്ലാ വീക്കിലിയും നമ്മൾ ചെയ്യുന്നതാണ്. എഗെയിൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് CSIRൻ്റെയും ഓൾ ഓവർ ഇന്ത്യയിലുള്ള സെറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ MCQs ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുള്ള PDF വരെ നിങ്ങൾക്ക് തരുന്നുണ്ട്. കാരണം ഇതൊക്കെ സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ടോപ്പ് റാങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് സപ്ലിമെൻ്ററിയിൽ വരണം എന്നല്ല, കുട്ടികളൊക്കെ ടോപ്പ് റാങ്കിൽ വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ സെറ്റും CSIR ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നമ്മുടെ ആപ്പിൽ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. പ്രിഫറബിളി എന്ത് ചെയ്തോളാം, നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ മക്കളെ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.